ആ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞാണ്, എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാണ്, നീ ഇങ്ങനെ പാട്ടിട്ട് വെറുപ്പിക്കില്ലേ. ഇപ്പൊ സ്റ്റേജില് ഭയങ്കര റോക്ക് സ്റ്റാർ വൈകാശാണ്. അത്ര സങ്കടം വരുന്ന പാട്ടുകളൊക്കെ കൂടുതലും പാടി. അതിന് അത്ര സങ്കടം വരുന്ന പാട്ട് പാടുന്നത് എന്തോ എനിക്ക് എല്ലാവരെയും സങ്കടപ്പെടുത്താൻ ഇഷ്ടം. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രണയപ്പാട്ട് പാടാനും വിരഹഗാനം പാടാനുമാണ്. അല്ലാണ്ട് വൈകാശിന് അടിപൊളി പാടാനല്ല ഇഷ്ടം. നീലാ നീലാ മിഴിയേ നീലാ നീലാ മൊഴിയേ ഒളിയമ്പിളിയരുതേ ഇനി എൻ്റെ ജന്മസഖി. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സിംഗറാണ്, പെർഫോമറാണ്, ഇൻഫ്ലുവൻസറാണ്, എല്ലാം വൈബും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യണ ഒരു പ്ലേ ബാക്ക് സിംഗർ വൈകാശ് വരവീണ. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? ഈ ഒരു എന്താ പറയാ, സിംഗറാണ്, ഇൻഫ്ലുവൻസറാണ്, പെർഫോമറാണ്. എവിടുന്നാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? ജേണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ വർഷമായി. പക്ഷെങ്കിൽ ഈ മ്യൂസിക്കിലേക്ക് കംപ്ലീറ്റ്ലി ഇറങ്ങിയിട്ട് ഒരു 2-2.5 വർഷമേ ആയിട്ടുള്ളൂ. അതുവരെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജേർണലിസം ആയിരുന്നു പഠിച്ചത്. അപ്പൊ ജേർണലിസം പഠിച്ച് പിന്നെ അവിടെ നിന്നാണ് കുറെ മ്യൂസീഷ്യൻ അങ്ങനത്തെ എന്റെ കോളേജിൽ പഠിക്കുന്ന കുറെ ആൾക്കാർ, ആർട്ടിസ്റ്റുകളൊക്കെ പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് ആക്ച്വലി നമ്മളെ ഈ ഒരു ഇതിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ മ്യൂസിക്കും കാര്യങ്ങളും റിയാലിറ്റി ഷോയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കണ്ടിന്യൂസ് മ്യൂസിക് ഫീൽഡിൽ നിൽക്കും എന്നൊരു തോന്നൽ തോന്നിയത് ദേവഗിരി കോളേജിൽ ഞാൻ പഠിച്ചത്. അവിടെ ചെന്നതിന് ശേഷമാണ്. ഈ ചെറുപ്പത്തിൽ ആരാ ഇത് കണ്ടുപിടിച്ചത്, ഇങ്ങനെ പാടാൻ പറ്റുന്നൊക്കെ? ചെറുപ്പം മുതലേ ഞാൻ 2ാം ക്ലാസ് ആയപ്പോഴേ മ്യൂസിക്കിന് കൊണ്ടാച്ച് ചേർത്തിട്ടുണ്ട്. പാട്ട് ഇങ്ങനെ പാടുമായിരുന്നു വീട്ടില്? അതെ അതെ. പാട്ട് ഞാൻ മടിയരായിരുന്നു. ഞാനങ്ങനെ പാട്ടൊന്നും പാടല്ലേ. പക്ഷെ അച്ഛന്റെ നിർബന്ധത്തിൽ അച്ഛൻ അങ്ങനെ ചേർത്തു. അച്ഛൻ പാട്ട് പാടും? ഇല്ല, അച്ഛൻ പാടില്ല. ആക്ച്വലി ഫാമിലിയിൽ കുറച്ച് പേര് അങ്ങനെ പാടുന്നുണ്ട്. പക്ഷെ അച്ഛൻ സിംഗർ ഒന്നല്ല, അച്ഛൻ ടീച്ചറാണ്. ടീച്ചറാണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് അത് ക്ലാസിക്കൽ സംഗീതം പഠിക്കാൻ? അതെ അതെ അതെ. ഞാൻ അന്നേരം തുടങ്ങിയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എന്താ പറയാ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അവരൊക്കെ പാട്ട് പാടുമായിരുന്നോ? പിന്നെ കലോത്സവത്തില് ലൈറ്റ് മ്യൂസിക്, അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്, പിന്നെ മെയിൻ ആയിട്ടായിരുന്നു മാപ്പിളപ്പാട്ട്. കാരണം പണ്ട് റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ടായിരുന്നു മീഡിയ വേണ്ടിൽ 14 രാവ് എന്ന് പറയുന്നത്. അപ്പൊ അന്നേരം കുറെ മാപ്പിളപ്പാട്ടൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കൊരു വാശി ഉണ്ടാകുമല്ലോ, മാപ്പിളപ്പാട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രൈസ് വാങ്ങണമെന്ന്. അപ്പോൾ അന്നേരം ആ ഒരു ഐറ്റത്തിൽ പ്രത്യേക കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാപ്പിളപ്പാട്ടില്. ഈ 3 ഐറ്റവും. പിന്നെ റിയാലിറ്റി ഷോ ഏത് കാലത്തായിരുന്നു? 2015-16 ആ സമയത്താണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആണ്. പിന്നെ 16-17 ഫ്ലവേഴ്സിൽ റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ റിയാലിറ്റി ഷോയില് പോയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ കുറെ കാലം നിന്നിട്ടുണ്ട്. അതിൽ ഫൈനൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ ഓക്കെ. അതിന്റെ ഇപ്പൊ ഗ്രൂമിംഗ് ഒക്കെ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പിന്നെ പുറത്തേക്ക് വരുമ്പോ ഈ പാട്ടിനോടുള്ളൊരു എന്താ പറയുക അപ്രോച്ച് എങ്ങനെയായിരുന്നു? കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുണ്ടാവുമല്ലോ. ആക്ച്വലി ആ സമയത്താണ് കുറെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങി. അപ്പം MG സാറും പിന്നെ അതുപോലെ വേണുഗോപാൽ സാറ്, പിന്നെ ഷാൻ റഹ്മാൻ സാർ, അങ്ങനെ കുറെ പേര് ആ സമയത്ത്. അതുവരെ അങ്ങനെ ഇത്രയും വലിയ വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല നമ്മൾ. ആ റിയാലിറ്റി ഷോയിൽ പോയതിനു ശേഷമാണ് ഇത്രയും വലിയ ആൾക്കാരൊക്കെ കാണുന്നത്. പിന്നെ നമ്മളെ കോളേജിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും ഇപ്പൊ കുറെ, ഇപ്പം ഞാൻ ആക്ച്വലി ആർട്ട് സെക്രട്ടറി ആയിരുന്നു ദേവഗിരി കോളേജിലെ. അപ്പൊ ഞാൻ കുറെ സെലിബ്രിറ്റീസ്, അപ്പൊ ടോവിനോ തോമസ്, അതുപോലെ മഞ്ജു വാര്യർ, അങ്ങനെ കുറെ പേരെ ഞാൻ ത്രൂ അങ്ങനെ വിളിച്ചിട്ടൊക്കെ കുറെ ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇത് കൊള്ളാലോ, അപ്പൊ ഭയങ്കര ഒരു രസമായിരുന്നു അത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത് ആക്ച്വലി അന്നേരമൊക്കെ കുറെ ഇതിന്റെ മേലെ കുറച്ച് കഷ്ടപ്പെട്ടതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എന്താ പറയാ, മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ ഇതൊക്കെ? ഇങ്ങനെ എന്താ പറയാ, ഇവിടെ വരെ എത്താനുള്ള ഒരു ഡ്രീം പണ്ടേ കണ്ടിരുന്നോ? ആക്ച്വലി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്നാലൊരു ടെൻഷൻ ആയിരുന്നു. കാരണം മ്യൂസിക് ഫീൽഡിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള. കാരണം കുറെ പേര് എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മ്യൂസിക് ഫീൽഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കാനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്, എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നീ ഒരു BEd ഒക്കെ പഠിച്ചിട്ട് ഒരു ടീച്ചറായിട്ട് അച്ഛനെ പോലെ മെല്ലെ ഒരു സ്കൂളൊക്കെ പോയി ചേർന്നോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അതായിരുന്നു. ഞാൻ അത്രയും കാലം ഞാൻ വിചാരിച്ചത് ഒരു സ്കൂളൊക്കെ പോയിട്ട് മെല്ലെ അങ്ങ് ജോയിൻ ചെയ്ത് ലൈഫ് സെറ്റിൽ ആയല്ലോ, കുറെ കാലം പഠിപ്പിച്ച് അങ്ങനെ പോകാന്നാണ് വിചാരിച്ചത്.
പക്ഷെങ്കിൽ ഒരു 2 വർഷം മുൻപ് ഞാൻ ഇങ്ങനെ ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഞാൻ കുറച്ച് കാലം ഗൾഫിലായിരുന്നു. ആണോ? ആ സമയത്ത് ഞാൻ പ്രോഗ്രാംസിന് ഗൾഫിലായിരുന്നു പോയത്. അപ്പം അവിടെ പോയിട്ട് കുറേ ട്രാക്സ് ഒക്കെ പഠിച്ച് അപ്പം പിന്നെ ആ സമയത്ത് അവിടെ സ്റ്റക്കായി പോയി. അപ്പം നാട്ടിൽ വന്നപ്പം ഈ റീൽസ് ഒക്കെ ചെയ്യാനുള്ള കുറേ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് പഠിക്കുന്നൊന്നുമില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് പാട്ടൊക്കെ പാടി, എന്തായാലും പാട്ടൊക്കെ പാടാൻ അറിയാലോ, അപ്പോൾ കുറച്ച് പാട്ടൊക്കെ പാടിയിടാന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് കാർന്നൊക്കെ പാട്ട് പാടാനൊക്കെ തുടങ്ങി. കാറിന്ന് തുടങ്ങിയിട്ടുള്ള വൈറൽ സോങ്സ് ആണ് ഫസ്റ്റ്. അതെ അതെ. അന്നേരമാണ് ഞാൻ കുറച്ചും കൂടെ എൻ്റെ പാട്ട് കുറച്ച് ആൾക്കാർ കേൾക്കുന്നത്. അതുവരെ അത്ര ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 4,000-5,000 ഫോളോവേഴ്സ്. അത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ കോളേജിൽ എൻ്റെ സ്കൂളൊക്കെ പഠിച്ച അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാറിലിരുന്ന് പാടണമെന്നുള്ള ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം എന്താണ്? അങ്ങനെ തോന്നൽ വെറുതെ ഒരു ദിവസം വീട്ടിൽ ആക്ച്വലി പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പാടാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ വെറുതെ ഒരു ഫ്രെയിമൊക്കെ ഭയങ്കര കഷ്ടപ്പാടല്ലേ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം, ലൈറ്റ് സെറ്റ് ചെയ്യണം ഒക്കെ ഭയങ്കര ഒരു കഷ്ടപ്പാട് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കാറിലാവുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്, നമ്മളെ പുറത്തുള്ള ലൈറ്റ് തന്നെ നല്ല നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പം ഞാനങ്ങനെ ജസ്റ്റ് ഒരു കാറിന്നൊരു പാട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്ത്, മറ്റേ ഒരു നോക്കു കാണുവാൻ ആ പാട്ടായിരുന്നു ആദ്യം ചെയ്തത്. അപ്പം അത് നല്ലൊരു മഴ ഉണ്ടായിരുന്നു. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അന്ന് ആ മഴയത്ത് ഇങ്ങനെ നല്ല അറ്റ്മോസ്ഫിയർ, അതായത് ഫുള്ള് ഡാർക്കായിട്ട് അങ്ങനെ. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഫ്രെയിം കിട്ടി. അപ്പം ഞാൻ അത് ഒന്നാമത് ആ പാട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരു നോക്ക് കാണുവാൻ. അപ്പം ആ പാട്ടും പിന്നെ ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ അത് നല്ല റീച്ചായി. ഫസ്റ്റ് പാട്ട് അത് നല്ല റീച്ചായി. അങ്ങനെ രണ്ടാമത് ഞാൻ ഇതുപോലെ തന്നെ പിന്നെ ഒരു പാട്ട് കൂടി കാറുന്നില്ലാന്ന് വെച്ചിട്ട് ഒന്നുകൂടെ അതായത് അല്ല അന്നേരം റിക്വസ്റ്റ് വന്നില്ല. ഇതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വെച്ചത് ഒരു പാട്ട് കൂടി പാടാണ്. അപ്പൊ ഞാൻ അന്ന് മഴയൊന്നുമില്ല, ഒരു രാത്രി ആയപ്പം ഞാൻ മറ്റേ കാറിലുള്ള ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് പറയാതെ അറിയാതെ ഉള്ള പാട്ടാണ്. അതെന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ അതും കൂടെ പാടിയിട്ടിടാ കാർന്ന് പാടുക. നമുക്ക് അന്ന് രാത്രി തന്നെ അത് മില്യണായി. ഒറ്റ ദിവസം കൊണ്ട് രാത്രി മില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. അതായത് ഹാപ്പി അല്ല, ഞാൻ ഞെട്ടിപ്പോയി. ഇന്നത്തെ സംഭവം ഒന്നും മനസ്സിലാവില്ല. കാരണം കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, കുറേ സെലിബ്രിറ്റീസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രൊഫൈലിലൊരു ബൂം വരില്ലേ, കുറേ മെസ്സേജ് ഒക്കെ വരുന്നത്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കാറൊന്ന് പാടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഒന്നുകൂടെ പാടി, ഒരു പാട്ടുകൂടെ പാടി, മറ്റേ അകലെയോ നീ അകലെയോ എന്നുള്ള പാട്ട്. അപ്പോൾ അതും സെയിം ഇതേപോലെ തന്നെ ഇതേ ഒരു പാറ്റേണിൽ തന്നെ ഞാൻ കാറിന്ന് പാടി. അതും സെയിം ഇതേ രീതിയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 മില്യൺ. അപ്പൊ ഞാൻ അത് 1 മില്യൺ. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ടുള്ള കാര്യം കേട്ടോ. ഇത് രണ്ടാമത്തെ ദിവസമല്ല, ഒരു ദിവസം രാത്രി കൊണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു 5 മണി 6 മണിക്കാണ് ഞാൻ അന്നും ഇന്നും ഒക്കെ റീലിടല്. ഒരു 5 to 6 ആ ഒരു സമയത്താണ്. എനിക്ക് ആ സമയത്താണ് കുറച്ചുകൂടെ എന്റെ പ്രൊഫൈലിൽ റീച്ചും തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു സമയം കണക്കാക്കി റീൽസ് ഒക്കെ ഇടാറ്. അപ്പോൾ ഇത് 5 മണിക്കിട്ട് രാത്രി ഒരു ഉറങ്ങുമ്പോഴത്തേക്ക് ഇത് 1 മില്യൺ. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും, നമുക്ക് ഇത് നാളെ എത്ര വ്യൂ ആവും, ആരൊക്കെ കമന്റ് ചെയ്യുന്നു. കാരണം കുറെ ആൾക്കാരൊക്കെ പരിചയമില്ലാത്ത ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, കുറെ ഫോളോവേഴ്സ് വരും. അതിൽ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഓരോ ദിവസം കൂടുന്ന റെസ്പോൺസിബിലിറ്റി കൂടിയ ഒരു പാട്ട് നന്നായി അടുത്ത പാട്ട് ഇതിലും കൂടുതൽ എങ്ങനെ നന്നായിട്ട് ചെയ്യുകയും വേണം. പിന്നെ കുറെ പാട്ടുകൾ നമ്മൾ കണ്ടെത്തുകയും വേണം. ഇത് എന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. അപ്പൊ ഈ ഒരു നോക്ക് കാണുവാൻ, അല്ലെങ്കിൽ പറയാതെ അറിയാതെ, ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഇതൊക്കെ ദീപക് ദേവ് പുള്ളിക്കാരന്റെ മ്യൂസിക്കിലുള്ള പാട്ട്. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ആദ്യം പാടിയിട്ട്, അപ്പൊ ആ ഒരു സമയത്ത് ഇട്ട പാട്ടുകളൊക്കെ ദീപക് ദേവ് ആ ഒരു കൈൻഡ് ഓഫ് പാട്ടുകളല്ല ഇട്ട്, കുറെ പാട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതായിരുന്നു ആക്ച്വലി ഒരു തുടക്കം വേണ്ടത്. ഞാൻ ഇപ്പോഴും മ്യൂസിക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് ആ ഒരു സമയത്ത് ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന സമയമാണ്. ആ സമയത്ത് ക്രിയേറ്റീവായിട്ട് വീട്ടിലിരുന്ന് കറക്റ്റ് എന്തോ ആ സമയത്ത് ചെയ്യാൻ തോന്നിയതിനെ കൊണ്ട് ആ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടാണ്, എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാ, നീ ഇങ്ങനെ പാട്ടിട്ട് വെറുപ്പിക്കില്ലേ, ദിവസവും ഞാൻ ഇങ്ങനെ റീൽസ് ഒക്കെ ദിവസം ഇടാൻ തുടങ്ങിയല്ലോ. പിന്നെ ഞാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ പാട്ടിടും. കാരണം എനിക്ക് ഇതൊരു ഹരമായി മാറി തുടങ്ങി ഈ ഒരു സംഭവം. കാരണം 5,000 ഫോളോവേഴ്സ് ഉള്ളത് പെട്ടെന്ന് 10ആയി, 20ആയി, 25ആയി, അങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകല്ലോ. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ നല്ലൊരു ഇങ്ങനെ കാർ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പാട്ട് സെലക്ട് ചെയ്യും, ഞാൻ തന്നെ സെലക്ട് ചെയ്യും. പിന്നെ റിക്വസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു Q&A പോലെ സ്റ്റോറിയിലൊക്കെ ഇടും. ആൾക്കാരുടെ ഒരു എൻഗേജ്മെന്റ്, അവരുടെ റിക്വസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ഇത് ഉണ്ടാവില്ല. കാരണം നമുക്ക് പുതിയ പുതിയ പാട്ടുകൾ കണ്ടെത്താൻ പറ്റും, പഠിക്കാൻ പറ്റും, സ്റ്റേജിൽ പാടാൻ പറ്റും. ഇപ്പൊ ഈ സമയത്തൊന്നും ഞാൻ അത്ര ഷോസ് ഒന്നും ചെയ്യുന്ന ഒരു സമയമൊന്നല്ല. അന്ന് ആ സമയത്ത് ഞാൻ വീട്ടിലാ ഫുള്ള്. അപ്പം ഇടയ്ക്കൊക്കെ വല്ല എൻക്വയറി വരും. ആ സമയത്ത് ഞാൻ പറയും ഇല്ല, ചെയ്യാനൊക്കെ മടി. കാരണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആക്കണമല്ലോ, എന്റെ ലക്ഷ്യം അതാ. അപ്പോൾ ഞാൻ പറയില്ല, തിരക്കിലാണ്, ഞാൻ ഇപ്പോൾ പരിപാടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഞാൻ വളരെ കുറച്ച് മാസം ഒരു 2-3 പരിപാടി ചെയ്താലേ
ബാക്കി ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരുന്ന് ഈ പാട്ടിന് വേണ്ടി ഫുൾ ടൈം നല്ല നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ എഴുതി വെക്കും ഓരോ പാട്ടും ഇങ്ങനെ ഇന്ന ദിവസം ഇന്ന പാട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അതൊരു ഫ്ലോയിൽ അങ്ങ് പോയി. കാറ് ഭയങ്കര ഭാഗ്യമുള്ള കാറാ. അതെ, ഭയങ്കര ഭാഗ്യമുള്ളതാ. അല്ല, അതിന് ഇരുന്നിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് മ്യൂസിക്കൽ ജേർണി എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഞാനത് എവിടെ ചെന്നാലും ഇങ്ങനെ പുഷ്പം പോലെ പറയും, ഒറ്റ കാർന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇവിടെ പോലെ ഇരിക്കാൻ തന്നെ ആക്ച്വലി ആ ഒരു ഒറ്റ കാർന്നുള്ള പാട്ട് കൊണ്ട് മാത്രം. അല്ല, പാട്ടുകൾ നല്ല 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 രസമുള്ള പാട്ടുകളാ പാടി വെച്ചേക്കണത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം. ഈ കോളേജ് പഠിക്കുമ്പോഴൊക്കെ സെയിം ഈ പാട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജിൽ ലഞ്ച് ടൈം കോൺസേർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ അതെല്ലാ വീക്കും ഈ തേഴ്സ്ഡേയിൽ നമ്മൾ പെർഫോം ചെയ്യും കോളേജിൽ. അപ്പൊ അത് എല്ലാ കോളേജിലും ഒന്നും ഉണ്ടായിരുന്നു. നമ്മുടെ ദേവഗിരി കോളേജ് കുറച്ച് ആർട്സിന് കുറച്ചുകൂടെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ആക്ച്വലി അവിടെ നിന്നേ നമ്മളിത് ഈ ഒരു ബാൻഡും പരിപാടിയും മ്യൂസിക്കിലേക്കുള്ള ഈ ഒരു സംഭവമൊക്കെ നമ്മൾ അന്നേ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഫൈൻ ആർട്സ് സെക്രട്ടറിയും കൂടെ ആയപ്പോൾ ഞാനിത് ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവാൻ തുടങ്ങി. കുറെ ആൾക്കാരെ പരിചയപ്പെടുന്നത്, കുറെ സംഭവം നമ്മൾ പഠിക്കുന്നത്, ഇന്ന സാധനങ്ങൾ ചെയ്യണം, ഇന്നത്തതൊക്കെ കൊടുക്കണം. ഇപ്പൊ ബീസോൺ കലോത്സവം ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇന്ന സാധനങ്ങളൊക്കെ നീ കുറെ സാർമാരെ കാണുന്നു. ഇപ്പം അതുൽ നറുകരൊക്കെ നമ്മളെ ഫോട്ടോഗ്രാഫർ അതുലേട്ടറൊക്കെ ഞാൻ അന്നേരം ആ സമയത്ത് പുള്ളിക്കാരനെ പാട്ട് പഠിപ്പിക്കാൻ, നാടൻ പാട്ട് പഠിപ്പിക്കാൻ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് അന്ന് അതുലേട്ടന്റെ പാട്ടൊന്നും ഇറങ്ങിയിട്ടില്ല, പാലാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അതിനൊക്കെ മുന്നേ. അപ്പൊ ഞാൻ പറയാം, അന്നുള്ള കണക്ഷനാണ്. പുള്ളി ഞാനൊക്കെ നാഷണൽസിലൊക്കെ ഒരു പരിപാടിക്ക് മഹാരാഷ്ട്രയിൽ കലോത്സവത്തിനൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർഷം മുന്നേ, 2017. അപ്പൊ അന്ന് നമ്മളൊക്കെ ഒന്നിച്ചൊരു ബസ്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ജേണി അവിടുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ഈ ജേർണലിസം പഠിക്കാനുള്ള കാരണം എന്തായിരുന്നു? പിന്നെ എന്തുകൊണ്ട് ഇതിലോട്ട് ജേർണലിസം പഠിക്കാനുള്ള കാരണം ആക്ച്വലി ഭയങ്കര കോമഡി. കാരണം സയൻസ് എടുത്താൽ കൊടുക്കുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് പഠിക്കാനും കുറേ ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി +2 സയൻസ് എടുത്ത, അപ്പൊ തന്നെ കുറെ അത്യാവശ്യം പഠിക്കാനുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞ്, എടാ ഒരു പുതിയ സബ്ജക്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ, അച്ഛൻ തന്നെയാ പറയുന്നത്. ഞാൻ കുറെ അന്വേഷിച്ച് പിന്നെ പഠിക്കാനുള്ള സബ്ജക്ട് എന്താ ഉള്ളത്. അപ്പൊ ഒരു പുതിയ സബ്ജക്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്കതിനെ പറ്റി അറിയേയില്ല. അപ്പം കുറെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ദേവഗിരി കോളേജിൽ ഈ ഒരു സബ്ജക്ട് ഉണ്ട്. എല്ലാ കോളേജിലും ഇല്ല അന്നേരം ഈ ഒരു സബ്ജക്ട്. അന്നേരം 1-2 കോളേജിലേ ഉള്ളൂ കോഴിക്കോട്. അപ്പം അങ്ങനെ അവിടെ ഈ നമ്മളെ +2ന്റെ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ അവിടെ പെട്ടെന്ന് റിയാലിറ്റി ഷോന്റെ കാണിച്ചപ്പോൾ നമുക്ക് ആർട്സ് കോട്ടയിൽ അവിടെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടി. അപ്പൊ ആക്ച്വലി ഇത് ജേർണലിസത്തിനോടുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് കൊണ്ട് ജോയിൻ ചെയ്തതല്ല, സത്യം പറയുകയാണെങ്കിൽ. അല്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും പാട്ടും ഈ ഒരു സബ്ജക്റ്റും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൊരു, കാരണം സയൻസ് എടുത്തിട്ട് കോളേജിൽ കുടുങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവസാനം പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം സപ്ലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും എക്സാംസും കാര്യങ്ങളൊന്നും സെറ്റ് ആവാണ്ട് അങ്ങനെ കുടുങ്ങിയ ഞാനൊക്കെ എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ഗ്രേസ് മാർക്ക് അതൊക്കെ വെച്ച് പാസ്സായി പോയി. കാരണം ക്ലാസ്സിക്ക് ഫുൾ ടൈം കയറുന്നില്ലല്ലോ നമ്മൾ ആക്ച്വലി ഈ പരിപാടി ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഭയങ്കര പണിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ജേർണലിസ്റ്റ് ഡിഗ്രി എടുത്തിട്ട് തന്നെ PG എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിജിക്കും പോയി. പക്ഷേ ആ സമയത്ത് കുറച്ച് ഷോസ് ഒക്കെ പുറത്തൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ക്ലാസ് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഞാനത് മെല്ലെ ഡ്രോപ്പ് ചെയ്ത്, നടക്കൂല എന്ന് തോന്നിയതിനെ കൊണ്ട് PG മെല്ലെ ഫറൂഖ് കോളേജിലായിരുന്നു. അതും കോഴിക്കോട് നല്ല അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് നല്ല സ്കിപ്പ് അടിച്ചു. അപ്പൊ ആ സമയത്ത് ഈ ബാൻഡ് കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, ആ സമയം ബാൻഡ് ആ സമയത്ത് ഉണ്ട്. പിന്നെ ആദ്യത്തെ ബാൻഡ് സഞ്ചാരി ആ ബാൻഡ് ഇപ്പോഴും ഉണ്ട്. അത് എന്റെ ചെറുപ്പം മുതലുള്ള നമ്മള് കുറെ സുഹൃത്തുക്കൾ ഒന്നിച്ച് ഫോം ചെയ്തൊരു ബാൻഡാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ലജ്ജാവതി, അതുപോലെ തന്നെ രാക്ഷസി എന്ന് പറഞ്ഞ ട്രാക്കില് രാക്ഷസി, അതുപോലെ തന്നെ വാടാ വാടാ പയ്യ, കോളേജ് ക്യാമ്പസിന് ഇങ്ങനെ കുറെ ട്രാക്സ് നമ്മള് ചുമ്മാ കുറെ നമ്മള് ബാൻഡ് സ്റ്റൈലില് ഒരു റീക്രിയേഷൻ ചെയ്തിട്ട് നമ്മൾ പല സ്ഥലത്ത് നിന്നൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഭയങ്കര വൈറലായിരുന്നു എല്ലാ ട്രാക്സും. ലജ്ജാവതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. പിന്നെ രാക്ഷസി അതുപോലെ തന്നെ ഹിറ്റ് ആയിട്ടുണ്ട്. പിന്നെ വാടാ വാടാ പയ്യ, അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഹിറ്റ് ആയിട്ടുണ്ട്, യൂട്യൂബിലും ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ രണ്ടിലും നല്ല റീച്ചിലുണ്ടായിരുന്നു അത് ആക്ച്വലി. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ബാൻഡ് പിന്നെ ഞാൻ തന്നെ ഒരു വർഷം മുന്നേ വൈകാഷ് വരവേണ ലൈവ് എന്നുള്ള രീതിയിൽ ഒരു ലൈനപ്പ് ഫോം ചെയ്ത്, ഇതും രണ്ടും ഉണ്ട്. ഇതിൽ വെച്ചാൽ എന്റെ ഇൻഡിപെൻഡന്റ് ട്രാക്സും കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ ലൈവിലാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് പാടാൻ പറ്റും. അതുപോലെ എന്റെ ട്രാക്സ്, പിന്നെ കുറച്ചും കൂടെ ഞാൻ കോളേജിലെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ കുറച്ച് സോളോസ് കുറച്ച് നല്ലോണം ചെയ്യുന്നുണ്ട്. കോളേജിലാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മള്
കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ഇപ്പൊ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ഇപ്പൊ അത് കുറച്ചുകൂടെ ഞാൻ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് ഞാൻ കറക്റ്റ് എന്റെ സോളോയില് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ബാൻഡായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സെറ്റ് ലിസ്റ്റ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 17 പാട്ടാണെങ്കിൽ അല്ലെങ്കിൽ 20 പാട്ടാണെങ്കിൽ ആ 20 പാട്ട് ഒരു ലിസ്റ്റാണ്. അപ്പൊ ആ 20 പാട്ടാണ് നമ്മൾ കറക്റ്റ് അവിടെ എന്തായാലും പാടും. അപ്പൊ അതിലൊരു 2 or 3 പാട്ട് റിക്വസ്റ്റ് വന്നാൽ നമ്മളത് ജസ്റ്റ് പാടും, അല്ലെങ്കിൽ അത് പാടില്ല. പക്ഷെ ഇങ്ങനത്തെ ഈ സെലക്ഷൻ ഓഫ് സോങ്സ് ആരാ ചെയ്യണത്? അത് നമ്മൾ തന്നെ നമ്മള് ഇപ്പൊ എന്റെ ലൈവില് ഞാനും എന്റെ ബാൻഡ് മെമ്പേഴ്സും അങ്ങനെ ചെയ്ത്. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ സഞ്ചാരിയിൽ ഓൾറെഡി നമ്മൾ പണ്ടേ ഓൾറെഡി കുറച്ച് സെറ്റ് ലിസ്റ്റ് ഒക്കെ ആദ്യമേ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന പാട്ടുകൾ ഞാൻ പറഞ്ഞില്ല, കവേഴ്സ് ഒക്കെ ചെയ്തതിനെ കൊണ്ട് അതൊക്കെ ഹിറ്റ് ആയതിനെ കൊണ്ട് നമുക്കത് പിന്നെ എന്തായാലും ലൈവിൽ പാടേണ്ടി വരും. കാരണം കുട്ടികളൊക്കെ എന്തായാലും ചോദിക്കും. ലജ്ജാവതി, രാക്ഷസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് എന്തായാലും പാടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് ട്രാക്സിനെ കുറിച്ച് പറയും. ഇൻഡിപെൻഡൻസ് ഒക്കെ ഇമയുടെ ഒരു ക്രിയേഷൻ എങ്ങനെയായിരുന്നു? ഇമ ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് കമ്പോസ് ചെയ്യുന്ന പാട്ട് ഇതല്ലായിരുന്നു, വേറൊരു പാട്ടാണ്. അതിപ്പോ ഈ ഏപ്രിലിൽ റിലീസ് ആവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഇമ ആക്ച്വലി ഞാൻ ഒറ്റ മാസം കൊണ്ട് പെട്ടെന്ന് എനിക്കൊരു ഒരു ഐഡിയാസ് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ ഒറ്റ മാസം കൊണ്ട് വർക്ക് ചെയ്തിട്ട് എടുത്ത ട്രാക്കാണ് ഇമ. അപ്പൊ അത് ഞാൻ ടിറ്റോ പി തങ്കച്ച് എന്ന് പറയുന്ന ലിറിക്സ് സിസ്റ്റം കൊണ്ട് പുള്ളിയാണ് അത് പാട്ട് എഴുതിയത്. പിന്നെ അതുപോലെ എലീഷ എന്ന് പറയുന്നൊരു ഫീമെയിൽ സിംഗറെ വെച്ച് വെസ്റ്റേൺ പാടും, നല്ല അടിപൊളി ആയിട്ട് വെസ്റ്റേൺ പാടും. അപ്പം എലീഷ ചേച്ചിനെ വെച്ചിട്ട് അതിൽ ഒരു വെസ്റ്റേൺ പോർഷൻ ഒക്കെ ഉണ്ട്, അത് പുള്ളിക്കാര്യത്തിനെ കൊണ്ട് പാടിച്ച് അങ്ങനെ പിന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത്. ബാക്കിയുള്ള എല്ലാം ഇപ്പൊ ലൈവ് വായിച്ച ആൾക്കാരൊക്കെ കുറച്ച് അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ നല്ല ടോപ്പായിട്ടുള്ള ആൾക്കാരെല്ലാവരും. അപ്പൊ എല്ലാവരെ കൊണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഫുള്ള് ലൈവ് എടുപ്പിച്ച് കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നാദസ്വരം, ഫ്ലൂട്ട്, വയലിൻ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ഗിറ്റാർ, ബേസ്, കുറേ ഇൻസ്ട്രുമെന്റ്സ്, എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഞാൻ ലൈവ് തന്നെ എടുത്ത് ഫുൾ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു ചെറിയൊരു, അതായത് ഈ വെഡ്ഡിങ് ഒരു കൈൻഡ് ഓഫ് സാധനമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് ഇപ്പൊ ഒരു കല്യാണമൊക്കെ അതിന്റെ ഒരു സമയത്തൊക്കെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ആയിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു മ്യൂസിക് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പൊ അതുപോലെ തന്നെ അത് കറക്റ്റ് എനിക്ക് വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അത് ട്യൂണൊക്കെ ഈ പറഞ്ഞ പോലെ ആദ്യം ട്യൂണായിരുന്നു ട്യൂൺ ചെയ്തതിന് ശേഷമാണ് പിന്നെ ലിറിക്സ് എഴുതിയത്. ടിറ്റോ ചേട്ടൻ ഞാൻ ട്യൂൺ സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ടിറ്റോ ചേട്ടന് സാധനം അയച്ചു കൊടുത്തു. ടിറ്റോ ചേട്ടൻ പെട്ടെന്ന് തന്നെ ആ സാധനം എനിക്ക് റിട്ടേൺ ഒരു സാധനം അയച്ചു. അപ്പൊ നല്ല ലിറിക്സ് ഇമയെ ഞാൻ ടിറ്റോ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലിറിക്സ് ആണ് വേണ്ടത്, ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ആവണം, അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇമ എന്ന് കേട്ടപ്പോൾ കോളേജിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഇമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് സ്ട്രൈക്ക് ആവും ആ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു ടിറ്റോ ചേട്ടാ ഇത് മതി, സെറ്റാണ്, എനിക്കത് ഓക്കെ ആണെന്നാണ്. അങ്ങനെ ഒരു വളരെ ഷോർട്ട് ടൈം ചെയ്ത പാട്ടാണ് ഇമ. പക്ഷെ ഇപ്പം ആദ്യം ചെയ്ത പാട്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരു 2 വർഷമായി അത് ഞാൻ ചെയ്തു വെച്ചിട്ട്. അത് പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ പരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയി, മ്യൂസിക് പ്രൊഡക്ഷന്റെ. അപ്പൊ അതങ്ങനെ സൈഡായി പോയി. പക്ഷെ അതിപ്പോ ഈ ഏപ്രിലിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഒരു ജൂണിൽ വേറൊരു ട്രാക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കറക്റ്റ് പ്ലാൻഡ് ആണ്. എല്ലാം ട്രാക്സ് ഒക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറത്തുള്ള മിക്സും മാസ്റ്ററും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പുറത്താണ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ കിട്ടിയിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ. പിന്നെ അതിന്റെ ഇടയിൽ കവേഴ്സ് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പരിപാടിക്ക് പോകുന്നുണ്ട്, ഇതെല്ലാം കൂടെ സമയമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ എവിടെയും ശ്വാസം വിടാൻ സമയം ഇതെല്ലാം കൂടെ ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പൊ അതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോണത്? അത് ആക്ച്വലി ഇത്രയും കാലം അത്ര ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നമ്മൾ പഠിച്ചു. അതായത് ഇന്ന സമയത്തൊക്കെ ഇത് ചെയ്യണം. ഇപ്പൊ കവേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ആദ്യമൊക്കെ ഞാൻ ഓരോ ദിവസം ഓരോ പാട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സമയത്ത് തന്നെ ഇരുന്നിട്ട് കുറെ പാട്ട് ഒന്നിച്ച് അങ്ങ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരു ദിവസം ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ദിവസം കുറെ പാട്ട് ചെയ്യും. എന്നിട്ട് അത് പതുക്കെ ഓരോന്നായിട്ട് നമുക്ക് ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും അല്ലെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എഡിറ്റ് ചെയ്യും. വെറുതെ ഇരിക്കുമ്പോൾ കാറിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അത് സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യും. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ആദ്യം ആക്ച്വലി കറക്റ്റ് ഓരോ ദിവസം ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഷോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ പ്രശ്നമാവും. പിന്നെ ഷോസിന് പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരു സ്ട്രെയിൻ വരും, പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഷോസിന് പോണ സമയത്ത് ഈ കിട്ടുന്ന എനർജി എങ്ങനെയാണ്? എവിടുന്നാണ് ഈ എനർജി കിട്ടാറ്? അത് സത്യം പറയണേ എല്ലാവർക്കും ഷോസിന് വരുമ്പോ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു എനർജി വേണമല്ലോ. അത് ആക്ച്വലി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാലോ, എനിക്ക് ഞാനിടുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്ക് സ്റ്റേജിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനർജി വരും. അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ എനർജി ചിലപ്പോൾ എനിക്ക് അതിന് തൊട്ട് മുന്നേ സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. നമുക്കൊരു 3 hours അന്നേരം പോലും എനിക്ക് ആ എനർജി കിട്ടില്ല. കാരണം ഞാൻ ചുമ്മാ അങ്ങനെ പോയിട്ട് സൗണ്ട് ചെക്ക് ചെയ്യുന്നു വരുന്നു. പക്ഷെ നമുക്ക് രാത്രി ആകുമ്പോഴും ഫുൾ ലൈറ്റ്സ് ഒക്കെ വന്ന്
ഓഡിയൻസിന്റെ ആ ഒരു vibe ആ വൈബ് മൊത്തം കിട്ടും. പിന്നെ നമ്മള് ജാക്കറ്റ് ആണ്, ജാക്കറ്റ് ഇടുന്നു. അപ്പൊ ആ സമയത്ത് ഒരു എനർജി കയറാനുണ്ട്. ആ എനർജിയാണ് ആക്ച്വലി എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ആ ഒരു സംഭവമാണ് എനിക്ക് സ്റ്റേജിൽ കിട്ടുന്നത്. ത്രൂ ഔട്ട് ആ ഒരു എനർജി ആ എനർജി കറക്റ്റ് എനിക്ക് കിട്ടും. അതിന് മുന്നേ എനിക്കത് ഉണ്ടാവില്ല. അപ്പം നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ പോലും അത്ര ഒരു എനർജി ഒന്നും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോവും. പക്ഷെ സ്റ്റേജിലെത്തി ഈ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ചാർജ് ആവും. ഇപ്പൊ സ്റ്റേജില് ഭയങ്കര റോക്ക് സ്റ്റാർ വൈകാശാണ്. അല്ല, ഓൺ സ്ക്രീനില്. ഓഫ് സ്ക്രീനില് ശരിക്കും വൈകാശ് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണോ? ആക്ച്വലി എനിക്ക് ഭയങ്കര മെലഡീസ് ഒക്കെ പാടാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നേരെ തിരിച്ചാ. ഞാനൊരു പാവാന്ന് അറിയില്ലേ. ഞാൻ സത്യം പറയാൻ ഇപ്പൊ കാർന്നൊക്കെ പാടിയത് തന്നെ എല്ലാം മെലഡീസാ. അത് ആക്ച്വലി എല്ലാവരുടെയും അത്രയും വിഷമിപ്പിക്കുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടി. കൊറേ മുന്നേ ഒക്കെ അത്ര സങ്കടം വരുന്ന പാട്ടുകളൊക്കെ കൂടുതലും പാടി. അത്ര സങ്കടം വരുന്ന പാട്ട് പാടുന്നത് എന്തോ എനിക്ക് എല്ലാവരെയും സങ്കടപ്പെടുത്താൻ ഇഷ്ടം. കേക്കണ്ട ഫാൻസ്. അല്ല, എനിക്ക് കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് അങ്ങനെയാ. ചേട്ടാ എനിക്ക് ഇങ്ങനെ ഇപ്പൊ ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ അതെ ഇഷ്ടംപോലെ ഉണ്ട് അത്. അപ്പൊ ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു ഇങ്ങനെ. അത് റീസെന്റ് ഞാൻ ഇപ്പൊ വണ്ടിയിൽ വരുമ്പോ കണ്ടു. അപ്പൊ ചേട്ടാ എന്റെ എനിക്ക് ഇന്നൊരു ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു പിന്നെ പാട്ട് സജസ്റ്റ് ചെയ്ത് തരണം, അല്ല ഐ മീൻ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കേട്ട് ഒരു വിറ്റ് കോമഡി എന്താ വെച്ചാല്, അപ്പൊ ഒന്ന് അവളെ മെൻഷൻ ചെയ്യണം, പക്ഷെ എന്നെ മെൻഷൻ ചെയ്യരുത്. ഞാനപ്പോ എന്റെ ഫ്രണ്ട് കേട്ടാ ഇന്ന് വന്ന മെസ്സേജ് ആയിരുന്നു, നോക്കി. അയ്യോ, അത് പണി കിട്ടില്ലേ? ഞാൻ പറയാം എന്റെ ഭഗവാൻ എന്റെ പണി തീർക്കില്ല ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ കണ്ടു കാറിലിരുന്നിട്ട് കല്യാണ വീട്ടിൽ അത് കണ്ടു അല്ലേ? അറിയില്ല, ഭയങ്കര വരലായിരുന്നു. കല്യാണ വീട്ടില് തേച്ചിട്ട് പോയ കുട്ടീനെ കണ്ടപ്പോൾ പാടിയ പാട്ട്. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചേ ഇതിപ്പോ വൈകാശിന്റെ സ്വന്തം ആയിട്ടുള്ള സംഭവമാണോ എന്നുള്ളത്. അത് റിക്വസ്റ്റഡ് വരുന്ന സംഭവമാണ്. ഇഷ്ടംപോലെ കമന്റ് ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് യൂട്യൂബിൽ ഷോർട്സിൽ അത് ഭയങ്കര വൈറലായിരുന്നു. അതെ, ആ പാട്ട് ഭയങ്കര വൈറലായിട്ട്.